75 വർഷക്കാലം തികയുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വിഷം തുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിരിക്കും 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന RSSന്റെ പ്രചാരകൻ ആദരണീയനായ നരേന്ദ്രമോദിയുടെ പേര് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മാറ്റി മാറ്റി പറയുന്ന ലക്ഷണമൊത്ത ഒരു കള്ളനായി RSSന്റെ പ്രചാരകനായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാറേണ്ടതായി വന്നു? സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ നമ്മുടെ നാട്ടിലെ കവലയിൽ കാണും ഏതെങ്കിലും ഒരു അന്തസ്സില്ലാത്ത ഒരു വർഗീയവാദി. എൻ്റെ അനുഭവങ്ങൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിന് കീഴിലാണ് ഏറ്റവും അന്തസ്സില്ലാത്ത ഇന്ത്യയിലെ വർഗീയവാദികൾ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും. തങ്ങളെക്കാൾ അന്തസ്സില്ലാത്ത ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അന്തസ് കെട്ട ഒരു വർഗീയവാദി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം ഒരു BJP ഒരു മറുപടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രധാനമായ, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ പോലും അവകാശമില്ലാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അതൊരു പ്രാദേശിക പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് എന്ന് അവരുടെ നേതാക്കന്മാർ പറയും. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി, പ്രധാനമന്ത്രി മുതൽ ഈ താഴെത്തട്ടിലുള്ള ഞങ്ങളെപ്പോലെയുള്ള BJP പ്രവർത്തകർ വരെ സത്യസന്ധമായ ജീവിതവും സത്യസന്ധമായ അഭിപ്രായവും സത്യസന്ധമായ രാഷ്ട്രീയവുമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ ഭാരതത്തിൻ്റെ ദേശീയതയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിനു വേണ്ടിയും CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനു വേണ്ടിയും അതടക്കമുള്ള മറ്റു പല കാര്യങ്ങൾക്കും ഉറച്ചു നിൽക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല, ഒരു കാര്യത്തിലും ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. 2014 ഞങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 2019 ഞങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 2014 19 ഞങ്ങൾ CAA കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് 370 കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കുന്ന, പറഞ്ഞത് മാത്രം നടപ്പാക്കുന്ന, കൃത്യമായി പറഞ്ഞത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നടപ്പാക്കുന്ന, അഴിമതിയില്ലാതെ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ച് അഴിമതിയില്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു പ്രധാനമന്ത്രിയുമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. നിർഭാഗ്യവശാൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകൾ ആന നടന്നു പോകുമ്പോൾ കുഴിയാനകൾക്ക് വലിയ വിഷമം ഉണ്ടാവും. പല കുഴിയാനകളും ആനയുടെ കാൽപാദത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞ് ഇല്ലാതാകും. ആന വരുന്ന കണ്ടിട്ട് കുഴിയാന കരഞ്ഞിട്ട് എന്ത് കാര്യം?